മമ്മൂട്ടിക്കോ മനോജ് കെ ജയനോ വേണ്ടി മാറ്റിവെച്ച ആറാം തമ്പുരാൻ എങ്ങനെ മോഹൻലാലിൻ്റെ കൈകളിലെത്തി? മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതിയ മണിയമ്പിള്ള രാജുവിൻ്റെ ആ ഒരൊറ്റ ഫോൺ കോൾ, 2.5 കോടി ബഡ്ജറ്റ്, 250 ദിവസത്തിലധികം തിയേറ്റർ റൺ, എക്കാലത്തെയും വലിയ കളക്ഷൻ റെക്കോർഡ്. എന്നിട്ടും ആറാം തമ്പുരാൻ കടുത്ത വിമർശനങ്ങൾ നേരിട്ടത് എന്തുകൊണ്ട്? അറിയാം ആറാം തമ്പുരാനെക്കുറിച്ച് ഹിറ്റുകളുടെ കഥയിലൂടെ. രാഷ്ട്രീയ നായകന്മാരുടെ ഗർജനങ്ങളില്ലാതെ, ഇടിവെട്ട് സംഭാഷണങ്ങളില്ലാതെ, ശുദ്ധ സംഗീതത്തിൻ്റെ സാന്ദ്രതയിൽ, ഗ്രാമവിശുദ്ധിയിൽ അണിയിച്ചൊരുക്കിയ ഒരു മനോഹര ചിത്രം. സാധാരണ ഷാജി കൈലാസ് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രം. മോഹൻലാലിനെ നായകനാക്കി ഷാജി കൈലാസ് ആദ്യമായി ഒരുക്കിയ ചിത്രം ആറാം തമ്പുരാൻ. വ്യത്യസ്തതകൾ ഏറെയും ഉണ്ടായിരുന്നു ആറാം തമ്പുരാന്. 1997 അസുരവംശം എന്ന ചിത്രം റിലീസ് ചെയ്ത സമയം രഞ്ജിത്തും ഷാജിയും മനോജ് കെ ജയനെ നായകനാക്കി വീണ്ടും ഒരു ചിത്രമൊരുക്കാൻ ആലോചിച്ചു. ഇതിൻ്റെ കഥ പലപ്പോഴായി നടൻ മണിയമ്പിള്ള രാജു കേട്ടിരുന്നു. ഒരിക്കൽ ഫ്ലൈറ്റിൽ വെച്ച് നിർമ്മാതാവ് സുരേഷ് കുമാറിനെ രാജു കണ്ടു. സുരേഷ് കോടികൾ മുടക്കി അർജുനനെയും മോഹൻലാലിനെയും വെച്ച് ഒരു ചിത്രമൊരുക്കാൻ തുടങ്ങുന്ന സമയമാണത്. സുരേഷ് രാജുവിനോട് അർജുൻ്റെ ശമ്പളം പറഞ്ഞു. ഇത് വർക്കൗട്ട് ആവുമോ എന്ന് രാജു ചോദിച്ചു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, രഞ്ജിത്തിൻ്റെ കയ്യിൽ ഒരു അസല് കഥയുണ്ട്. മോഹൻലാലിനെ വച്ച് ഇത് സിനിമയാക്കിയാൽ ഗംഭീര വിജയമാകും. സുരേഷ് ആലോചിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് കഥയുടെ 1 ലൈൻ ആയ സമയത്ത് മണിയമ്പിള്ള രാജു മദ്രാസിൽ ഒരു ഡബ്ബിങ്ങിന് വന്നു. അപ്പോൾ ഷോഗണിൻ്റെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയായിരുന്നു തിരക്കഥാകൃത്ത് രഞ്ജിത്ത്. രാജു രഞ്ജിത്തിനെ കണ്ടു. രഞ്ജിത്ത് കഥയുടെ അവസാന രൂപം രാജുവിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജു പറഞ്ഞു, ഇത് തകർക്കും, ഭയങ്കര സാധനമാണ്. പക്ഷേ ഇത് മോഹൻലാൽ തന്നെ ചെയ്യണം. നിങ്ങൾ ഇത് ഷാജിയോട് പറഞ്ഞ് മോഹൻലാലിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. മനോജ് അല്ലെങ്കിൽ മമ്മൂട്ടി എന്നതായിരുന്നു ഷാജിയുടെയും രഞ്ജിത്തിൻ്റെയും മനസ്സിൽ. പക്ഷേ രാജുവിൻ്റെ നിർബന്ധം കാരണം മോഹൻലാലിനെ വച്ച് ആലോചിക്കുകയായിരുന്നു. ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാജുവിനെ സുരേഷ് കുമാർ മൊബൈലിൽ വിളിച്ചു. ഒരിക്കൽ കൂടി ഈ കഥയുടെ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചു. ഗുരുവിൻ്റെ ലൊക്കേഷനിൽ നിന്നായിരുന്നു സുരേഷ് വിളിച്ചത്. കഥയെക്കുറിച്ച് മോഹൻലാലിനോടും സുരേഷ് സംസാരിച്ചിരുന്നു. കഥ കേട്ടപ്പോൾ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കണമെന്ന ആഗ്രഹം മോഹൻലാലിന് ശക്തമായി. എന്നാൽ ഇത് താൻ നിർമ്മിക്കാമെന്നായി സുരേഷ് കുമാർ. എങ്കിൽ ഷാജിയോടും രഞ്ജിത്തിനോടും ചോദിക്കണം. അതിന് മോഹൻലാൽ ചുമതലപ്പെടുത്തിയത് അപ്പി രാധാകൃഷ്ണനെയാണ്. മോഹൻലാലിന് താല്പര്യമുണ്ടെന്ന് കേട്ടപ്പോൾ ഷാജിക്കും രഞ്ജിത്തിനും സന്തോഷമായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സുരേഷ് കുമാർ ഗസ്റ്റ് ഹൗസിൽ വന്നു. സുരേഷിനോടും കഥയുടെ 1 ലൈൻ പറഞ്ഞു. കേട്ടുകഴിഞ്ഞപ്പോൾ സുരേഷ് പറഞ്ഞു, ഇത് മതി. അപ്പോൾ തന്നെ സുരേഷ് അഡ്വാൻസ് കൊണ്ടുവന്നു. മാർച്ചിൽ തുടങ്ങി ഓണത്തിന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു. രഞ്ജിത്ത് സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങി. എഴുതി തുടങ്ങിയപ്പോൾ രഞ്ജിത്തിന് നടുവേദന കലശലായി. ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യാത്ത അവസ്ഥ. ഒടുവിൽ രഞ്ജിത്തിനെ കോഴിക്കോട്ട് വീട്ടിലേക്ക് അയച്ചു. ഈ സമയത്ത് മോഹൻലാൽ മദ്രാസിൽ ചെന്നു. ഷാജി ഒറ്റയ്ക്കാണ് മുറിയിൽ. സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കുകയാണ് ലക്ഷ്യം. പക്ഷേ സ്ക്രിപ്റ്റ് ആയിട്ടില്ല. എന്തായാലും നമുക്ക് ഈ പടം അടിപൊളിയാക്കണം, സ്ക്രിപ്റ്റ് മനോഹരമാക്കണം എന്നൊക്കെ ലാൽ പറഞ്ഞു. ഷാജി കൈലാസ് മോഹൻലാലിന് ധൈര്യം നൽകി. സ്ക്രിപ്റ്റ് വിചാരിച്ച പോലെ തുടങ്ങാൻ കഴിയാത്തതുകൊണ്ട് പടം നീണ്ടുപോകുമെന്ന് ബോധ്യമായ ഷാജി കൈലാസ് എല്ലാവരുമായും ആലോചിച്ച് ചിത്രം ക്രിസ്മസിന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനിടെ മോഹൻലാൽ, രഞ്ജിത്ത്, ഷാജി കൈലാസ് ടീമിൻ്റെ ചിത്രം വരുന്നു എന്ന വാർത്ത പരന്നു. സ്വർഗചിത്ര അപ്പച്ചന് ചിത്രം വിതരണത്തിനെടുക്കാൻ താൽപ്പര്യമായി. അപ്പച്ചൻ ഇക്കാര്യം സുരേഷിനെ വിളിച്ചു പറഞ്ഞു. ഷാജി കൈലാസ് കോഴിക്കോട് രഞ്ജിത്തിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതാം എന്ന് തീരുമാനിച്ചു. ചെന്നപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു, നല്ലൊരു കഥാപാത്രത്തെ കിട്ടിയിട്ടുണ്ട്. മഞ്ജു വാര്യർ ആയിരിക്കും ഇതിന് യോജിക്കുന്നത്. അതുകൊണ്ട് ഷാജി ഉടനെ മഞ്ജുവിൻ്റെ ഡേറ്റ് വാങ്ങണം. അന്നു തന്നെ മഞ്ജു വാര്യറെ വിളിച്ച് ഡേറ്റ് ബ്ലോക്ക് ചെയ്തു. കഥ കേട്ട ഷാജിയുടെ ചില സുഹൃത്തുക്കൾ ദേവാസുരവുമായി കഥയ്ക്ക് സാമ്യമില്ലേ എന്ന് സംശയിച്ചു. ഇക്കാര്യം ഷാജിയും രഞ്ജിത്തുമായി ചർച്ച ചെയ്തു. അങ്ങനെയാണ് കഥയ്ക്കും കഥാപാത്രത്തിനും സംഗീതത്തിനും തമാശയ്ക്കും പ്രാധാന്യം നൽകാൻ തീരുമാനിച്ചത്. ഒപ്പം കഥയുടെ കരുത്ത് ചോർന്നു പോകുകയും ചെയ്യരുത്. ശാസ്ത്രീയ സംഗീതത്തിന് പ്രാധാന്യം നൽകുമ്പോൾ സംഗീത സംവിധായകന്
വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെയാണ് രവീന്ദ്രനെ വരുത്തിയത്. ഗിരീഷ് പുത്തഞ്ചേരിയെ കൊണ്ട് ഗാനരചനയും പ്ലാൻ ചെയ്തു. രണ്ടുപേരും കാലിക്കറ്റ് ടവറിൽ വന്നു. രഞ്ജിത്ത് പാട്ടിൻ്റെ സാഹചര്യം പറഞ്ഞുകൊടുത്തു, കഥാപാത്രത്തിൻ്റെ പ്രത്യേകതയും. ഗ്വാളിയോറിൽ സംഗീതം അഭ്യസിച്ചയാളാണ് കഥാപാത്രം. അങ്ങനെ ഒരാൾ പാടുന്ന പാട്ടിന് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഛായ വേണം. ഒരു കാരണവശാലും കർണാടക സംഗീതം പാടില്ല. ഒരു സഞ്ചാരിയുടെ മനസ്സും അയാളെ ജന്മങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മനസ്സുമാണ് ഈ ഗാനത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ആ സമയത്ത് പൊതുവെ ഇൻഡസ്ട്രിയിലും പുറത്തുമായി യേശുദാസ് എന്ന ഗായകൻ്റെ കാലം കഴിഞ്ഞു എന്നൊരു പരിഹാസം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇത് രവീന്ദ്രൻ മാഷിനെ വളരെയധികം വിഷമിപ്പിച്ചിരുന്നു. ഇതിനു മറുപടിയായി ഒരു പാട്ട് ചെയ്യണമെന്ന് രവീന്ദ്രൻ കാത്തിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുൻപിൽ ആറാം തമ്പുരാൻ വന്നത്. സിനിമയിൽ നായകൻ്റെ പൂർവ്വകാലവും സംഗീത നൈപുണ്യവും വ്യക്തമാക്കുന്ന ഒരു ഗാനം വേണമെന്ന് അറിഞ്ഞപ്പോൾ രവീന്ദ്രൻ മാഷ് ഏറെ സന്തോഷിച്ചു. സിന്ധു ഭൈരവിയിൽ മറ്റാരും അത്ര ധൈര്യപ്പെടാത്ത ഈണമൊരുക്കി രവീന്ദ്രൻ മാഷ്. ആദ്യം 12 മിനിറ്റോളം ദൈർഘ്യമുള്ള പാട്ടായിരുന്നു ഹരിമുരളീരവം. ഈ പാട്ടിലെ വരികൾ എഴുതാൻ ഗിരീഷ് പുത്തഞ്ചേരിക്ക് വെറും 10 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ. അണിയറയിൽ ഒരുങ്ങും മുൻപേ തികച്ചും സങ്കീർണമായ ഈ ഗാനം സംഗീത ലോകത്ത് തന്നെ വൻ ചർച്ചയായിരുന്നു. മലയാളത്തിൽ ആദ്യമായി 12 മിനിറ്റുള്ള ഗാനം ഒരുങ്ങുന്നത് മാധ്യമങ്ങൾ ശരിക്കും ആഘോഷിച്ചു. സിനിമയിൽ ഇത്രയും ദൈർഘ്യമേറിയ ഗാനാവതരണവും അതിൻ്റെ ചിത്രീകരണവും പ്രായോഗികമായി ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നതായിരുന്നു അടുത്ത വെല്ലുവിളി. മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ 6 മിനിറ്റിനപ്പുറത്തേക്ക് പാട്ട് വേണ്ടെന്ന് ശഠിച്ചപ്പോൾ 8 മിനിറ്റാക്കി എഡിറ്റ് ചെയ്യാൻ ഒടുവിൽ ഏവരും തീരുമാനിച്ചു. ദൈർഘ്യമൽപ്പം കുറഞ്ഞാലും വിമർശകരുടെ വായടപ്പിക്കാൻ ഈ ഗാനത്തിനാവുമെന്ന് ഉറപ്പുണ്ടായിരുന്ന മാഷും മറ്റുള്ളവരുടെ അഭിപ്രായത്തെ അന്ന് എതിർത്തില്ല. ഷൊർണൂരാണ് പ്രധാന ലൊക്കേഷനായി തിരഞ്ഞെടുത്തത്. ദേവാസുരം ചിത്രീകരിച്ചത് വരിക്കാശ്ശേരി മനയിലായിരുന്നതുകൊണ്ട് ഈ ചിത്രം അവിടെ വേണ്ടെന്ന് തീരുമാനിച്ചു. ഹരിഹരൻ്റെ സർഗം എന്ന ചിത്രം ചിത്രീകരിച്ച മനയായിരുന്നു ആറാം തമ്പുരാനു വേണ്ടി ആലോചിച്ചത്. ഈ മനയുടെ അവകാശികൾ പലരാണ്. ഇവരെല്ലാവരും സമ്മതിച്ചാൽ മാത്രമേ അനുമതി കിട്ടൂ. എറണാകുളത്തും തൃശ്ശൂരുമൊക്കെയായി താമസിക്കുന്ന ഇവരെ എല്ലാവരെയും പോയി കണ്ടു. പക്ഷേ ഒരാൾ മാത്രം മന ഷൂട്ടിങ്ങിന് കൊടുക്കാൻ സമ്മതിച്ചില്ല. ഒടുവിൽ വരിക്കാശ്ശേരി മന തന്നെ ലൊക്കേഷനാക്കാൻ നിശ്ചയിച്ചു. പക്ഷേ ഈ മനയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയാത്ത വിധമാണ് ഓരോ ഷോട്ടും ചിത്രീകരിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ കാണാനും മന ശരിയാക്കാനുമെല്ലാം ഷാജിക്കും മറ്റുള്ളവർക്കും സഹായമായത് ആനന്ദ് എന്ന നിർമ്മാതാവാണ്. ആനന്ദിനോട് മോഹൻലാലിൻ്റെ കോസ്റ്റ്യൂം ഒരു പ്രത്യേക രീതിയിൽ വേണമെന്ന് ഷാജി പറഞ്ഞിരുന്നു. അങ്ങനെ ലൊക്കേഷനടുത്തുള്ള ഒരു നെയ്ത്തുകാരനെ കൊണ്ട് പ്രത്യേകം ഡിസൈൻ ചെയ്യിച്ച ഡ്രസ്സാണ് മോഹൻലാൽ അണിഞ്ഞത്. ഇതിനകം സ്ക്രിപ്റ്റിൻ്റെ ആദ്യ പകുതി എഴുതി കഴിഞ്ഞു. മദ്രാസിൽ ഷാജിയുടെ സുഹൃത്ത് ബാലഗോപാലൻ്റെ ഫ്ലാറ്റിൽ വെച്ച് മോഹൻലാൽ സ്ക്രിപ്റ്റ് കേൾക്കാൻ വന്നു. ഷാജി, രഞ്ജിത്ത്, ബാലഗോപാൽ, സുരേഷ്, അഗസ്റ്റിൻ എന്നിവരും ഫ്ലാറ്റിലുണ്ടായിരുന്നു. മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായി നന്ദകുമാറിൻ്റെ വിശ്വസ്തനായ ജഗന്നാഥൻ്റെ കഥയാണ് ആറാം തമ്പുരാൻ പറയുന്നത്. വമ്പനൊരു ബിസിനസ് കരാർ നേടിയെടുക്കാൻ ജഗൻ സഹായിച്ചതിനെ തുടർന്ന് പ്രത്യുപകരമായി എന്താണ് വേണ്ടതെന്ന് നന്ദകുമാർ ചോദിക്കുന്നു. തനിക്ക് താൽക്കാലികമായി താമസിക്കാൻ കേരളത്തിലെ കണിമംഗലം ഗ്രാമത്തിലുള്ള ഒരു കോവിലകം വാങ്ങി നൽകണമെന്നാണ് ജഗൻ അഭ്യർത്ഥിക്കുന്നത്. ജഗൻ്റെ ഈ വിചിത്രമായ ആവശ്യത്തിൽ നന്ദകുമാർ അമ്പരന്നെങ്കിലും അദ്ദേഹം അതിന് സമ്മതിക്കുകയും ജഗൻ കേരളത്തിലേക്ക് തിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ കണിമംഗലത്തെത്തുന്ന ജഗൻ അവിടെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര തർക്കത്തിന് നടുവിലാണ് ചെന്നെത്തുന്നത്. ഒന്ന് സാധാരണക്കാരുടെ കൂട്ടവും മറ്റൊന്ന് കുളപ്പുള്ളി അപ്പൻ എന്ന കുപ്രസിദ്ധനായ പ്രമാണിയുടെ നേതൃത്വത്തിലുള്ള തറവാട്ട് കുടുംബവും. അപ്പനെതിരെയുള്ള പോരാട്ടത്തിലും അർഹമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിലും തൻ്റെ അചഞ്ചലമായ മനോബലവും നിശ്ചയദാർഢ്യവും കൊണ്ട് ഗ്രാമവാസികളെ പിന്തുണയ്ക്കുന്ന ജഗനെ അവർ സ്നേഹത്തോടെ ആറാം തമ്പുരാൻ എന്ന് വിളിച്ചു തുടങ്ങുന്നു. ഇങ്ങനെ ഓരോ സീൻ വായിക്കുമ്പോഴും മോഹൻലാൽ ത്രില്ലടിക്കുന്നുണ്ടായിരുന്നു. ഇടിവെട്ടെന്നും അടിപൊളിയെന്നും പറയുന്നുണ്ടായിരുന്നു. വായിച്ചു കഴിഞ്ഞപ്പോൾ മോഹൻലാൽ ചോദിച്ചു, ഷാജി സാധാരണ പാട്ടു സീനുകൾ എടുക്കാറില്ലല്ലോ, ഇതിൽ പാട്ടിന് നല്ല പ്രാധാന്യവുമുണ്ട്, എങ്ങനെയാകും? ഷാജി ചിരിച്ചു. സമാധാനമായിരിക്കെ, നമുക്കിത് ഗംഭീരമാക്കാം എന്ന് മാത്രമാണ് ഷാജി മറുപടി പറഞ്ഞത്. മോഹൻലാൽ ഇതിൻ്റെ 2ാം പകുതി വായിക്കുന്നത് ലൊക്കേഷനിൽ വന്നിട്ടാണ്. ശംഖുമുഖം ദേവീക്ഷേത്രത്തിൽ വെച്ച് ആറാം തമ്പുരാൻ്റെ പൂജയും ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ആൽമരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് സ്വിച്ച് ഓണം നടത്തി.
മണിയമ്പിള്ള രാജു, സായി കുമാർ, അഗസ്റ്റിൻ, ശ്രീവിദ്യ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, നരേന്ദ്രപ്രസാദ്, പ്രിയാരാമൻ തുടങ്ങിയവരും ആറാം തമ്പുരാനിൽ അഭിനയിച്ചു. ജഗദീഷിനെയാണ് കലാഭവൻ മണിയുടെ റോളിലേക്ക് ആദ്യം തീരുമാനിച്ചത്. ജഗദീഷിന് അത് ചെയ്യുന്നതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നമ്പൂതിരിയുടെ റോളിന് മീശ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് ജഗദീഷ് പറഞ്ഞു. അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന വേറെ സിനിമകളുടെ കണ്ടിന്യൂറ്റിയെ ഇത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറിയത്. ഷൂട്ടിംഗ് പൂർത്തിയായി, ഡബ്ബിംഗ് കഴിഞ്ഞു. സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തേക്ക് വന്ന മോഹൻലാൽ ഷാജിയെ കെട്ടിപ്പിടിച്ചു. പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഷാജി ഒന്നും ചോദിച്ചതുമില്ല. തിരിച്ച് ആലപ്പുഴയിലേക്ക് പോരും വഴി മോഹൻലാലിനൊപ്പം ഷാജിയുടെ സുഹൃത്തായ ബാലഗോപാലും ഉണ്ടായിരുന്നു. പിന്നീട് ബാലഗോപാലിനെ കണ്ടപ്പോൾ മോഹൻലാലിൻ്റെ അഭിപ്രായം എന്തായിരുന്നെന്ന് ഷാജി ചോദിച്ചു. പടം അത്യുഗ്രൻ, ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ 100 ഇരട്ടി മനോഹരം. അത് കേട്ടപ്പോൾ ഷാജിക്ക് സന്തോഷമായി. മോഹൻലാലുമായുള്ള ആദ്യ ചിത്രം അത് ലാലിന് പ്രതീക്ഷിച്ചതിനേക്കാൾ സന്തോഷം നൽകി. ആ അറിവിൽ പടം ഇനി വിജയിച്ചാലും ഇല്ലെങ്കിലും പ്രശ്നമില്ലെന്ന് പോലും ഷാജിക്ക് തോന്നി. ആറാം തമ്പുരാൻ റിലീസ് ചെയ്യുമ്പോൾ ഷാജി ദി ട്രൂത്തിൻ്റെ ലൊക്കേഷനിലായിരുന്നു. തിയേറ്ററിലെ വിശേഷങ്ങൾ അറിയാൻ മൊബൈൽ ഫോണും കൊടുത്ത് ഷാജി ബാലഗോപാലിനെ ശ്രീകുമാർ തിയേറ്ററിൽ അയച്ചിരുന്നു. തിയേറ്ററിലെ ആരവം കേട്ടപ്പോൾ തന്നെ ഷാജി ഉറച്ചു. 100 ദിവസം ഉറപ്പാണ്. വൈകുന്നേരം ഷാജിയും സംഘവും ശ്രീകുമാർ തിയേറ്ററിൽ പോയി. പ്രേക്ഷകരുടെ പ്രതികരണം കണ്ട ഷാജിയുടെ കണ്ണ് നിറഞ്ഞു. ആറാം തമ്പുരാനിലെ സൂപ്പർ ഹിറ്റായ ഹരിമുരളീരവം എന്ന ഗാനത്തോട് ഷാജി കൈലാസിന് വൈകാരികമായ ഒരു ബന്ധമുണ്ട്. ഇതിനിടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ജനിച്ചത്. പിന്നീട് അദ്ദേഹം ആറാം തമ്പുരാനിലെ നായക കഥാപാത്രത്തിൻ്റെ പേര് തന്നെ മകനും ഇട്ടു. മകൻ ജനിച്ചതിനെ തുടർന്ന് ഷാജിക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അന്നേരം സുരേഷ് കുമാറിനെയും മോഹൻലാലിനെയും കാണാൻ വന്ന സംവിധായകൻ പ്രിയദർശനോട് ഷാജി ഹരിമുരളീരവം എന്ന ഗാനത്തിലെ ഒറ്റ ദിവസത്തെ കുറച്ച് ഷോട്ടുകൾ ഉണ്ടെന്നും അതൊന്ന് എടുത്തു തരാമോ എന്നും ചോദിച്ചു. പ്രിയദർശൻ അങ്ങനെ കുറച്ച് ഷോട്ടുകൾ എടുത്തു. കടൽ തീരത്തിലൂടെ ജഗന്നാഥൻ നടക്കുന്ന ഷോട്ടുകളും മറ്റുമാണ് പ്രിയദർശൻ അന്നെടുത്തത്. ഈ ഗാനരംഗത്തിൽ ഒരു പ്രത്യേക ഷോട്ടിൽ മൂടുപടമണിഞ്ഞ ഒരു സ്ത്രീയെ ജഗന്നാഥൻ പിന്തുടരുന്ന രംഗമുണ്ട്. ജഗന്നാഥൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു പ്രതീകമാണ് ആ സ്ത്രീ സൂചിപ്പിക്കുന്നത്. ഒരു ഷോട്ടിൽ മൂടുപടത്തിനിടയിലൂടെ ആ സ്ത്രീയുടെ കണ്ണുകൾ കാണാം. സിനിമ റിലീസ് ചെയ്ത കാലം തൊട്ടേ ആ കണ്ണുകൾ ഉർവശിയുടേതാണെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 28 വർഷങ്ങൾക്ക് ശേഷം ആ കണ്ണുകൾ തൻ്റേത് തന്നെയായിരുന്നുവെന്ന് ഉർവശി തന്നെ ഈ ഇടയ്ക്ക് വെളിപ്പെടുത്തി. അതിലോടുന്നത് ഞാനല്ല, പക്ഷേ ആ കണ്ണുകൾ എൻ്റേതാണ്, എൻ്റെ മറ്റേതോ സിനിമയിൽ നിന്ന് എടുത്തതാണത്. ആറാം തമ്പുരാൻ എന്നറിയപ്പെടുന്ന ഒരു തമ്പുരാൻ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നു. പെരിങ്ങോട്ടുകര പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരി. ആ മനയിലെ 6ാമത്തെ തമ്പുരാനാണ് ഇദ്ദേഹം. ലൊക്കേഷൻ നോക്കാൻ പോയപ്പോൾ പൂമുള്ളി മനയിൽ കയറി അദ്ദേഹത്തെ കണ്ടു. സംസാരമധ്യേ അദ്ദേഹത്തിന് പേര് വന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അറിവിൻ്റെ തമ്പുരാനായാണ് ഈ തമ്പുരാൻ നാടെങ്ങും അറിഞ്ഞിരുന്നത്. സിനിമയിൽ ഒരു സീനായി തന്നെ അത് ചേർത്തിട്ടുമുണ്ട്. ഈ തമ്പുരാൻ ചിത്രം റിലീസാവും മുമ്പ് മരിച്ചുപോയി. ആറാം തമ്പുരാൻ്റെ ഡബിൾ പോസിറ്റീവായപ്പോൾ ഫാസിലിനെയും മധുമുട്ടത്തെയും പടം കാണാൻ വിളിച്ചു. കണ്ടുകഴിഞ്ഞിറങ്ങിയപ്പോൾ ഫാസിൽ പറഞ്ഞത് ഷാജി ഓർക്കുന്നു. പടം അസ്സലായിട്ടുണ്ട്, പക്ഷെ സായി കുമാറിൻ്റെ കഥാപാത്രം അവസാന ഭാഗമാകുമ്പോഴേക്കും വല്ലാതെ ഉയർന്നു പോകുന്നു. അത് ശരിയാകില്ല. അങ്ങനെ ചെയ്താൽ മോഹൻലാലിൻ്റെ കഥാപാത്രം താഴെ പോകും. അതുകൊണ്ട് സായി കുമാറിൻ്റെ കഥാപാത്രം കുറച്ച് താഴണം. പക്ഷെ ആ അഭിപ്രായത്തോട് ഷാജി യോജിച്ചില്ല. മമ്മൂട്ടിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ താഴ്ത്തുമായിരുന്നു എന്നായി ഫാസിൽ. തുടർന്ന് ഫാസിലും ഷാജിയും ഇത് പറഞ്ഞ് ഒരുപാട് തർക്കിച്ചു. പക്ഷെ അന്നും അതെ ഇന്നും അതെ, മമ്മൂട്ടി എന്നോ മോഹൻലാൽ എന്നോ ഒരു വ്യത്യാസവും ഷാജി കൈലാസ് എന്ന സംവിധായകന് ഇല്ല. പകരം കഥയ്ക്കും കഥാപാത്രത്തിനും സന്ദർഭങ്ങൾക്കുമാണ് അദ്ദേഹം എന്നും മുൻതൂക്കം കൊടുത്തിരുന്നത്. 2.5 കോടിയായിരുന്നു പടത്തിൻ്റെ ബഡ്ജറ്റ്. ഷാജി കൈലാസ് മോഹൻലാൽ കൂട്ടുകെട്ടിലെ ആദ്യ ചിത്രമായ ആറാം തമ്പുരാൻ ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം എന്ന് മാത്രമല്ല, അതുവരെയുള്ള മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറി. കൂടാതെ ചിത്രം 250-ലധികം ദിവസങ്ങൾ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം പൂർത്തിയാക്കുകയും ചെയ്തു. രഞ്ജിത്ത് എഴുതിയ നീളമേറിയതും സ്ഫോടനാത്മകവുമായ സംഭാഷണങ്ങൾ, പ്രത്യേകിച്ച് മുംബൈ ധാരാവിയിലെ തെരുവിൽ
താമസിച്ചിരുന്നവരെയെല്ലാം ജഗന്നാഥൻ എങ്ങനെ ഒഴിപ്പിച്ചു എന്ന് വിവരിക്കുന്ന രംഗം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആരാധകർ ഇന്നും ഏറ്റുപറയുന്ന ഐക്കോണിക് പദവി നേടി. ഉണ്ണിമായ എന്ന കഥാപാത്രത്തെ മഞ്ജു വാര്യർ അവതരിപ്പിച്ചത് അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള തുടർച്ചയായ 2ാമത്തെ ഫിലിം ഫെയർ അവാർഡും അവർ നേടി. വില്ലൻ കഥാപാത്രമായ കുളപ്പുള്ളി അപ്പനെ അവതരിപ്പിച്ച നരേന്ദ്രപ്രസാദ്, സായികുമാർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശ്രീവിദ്യ, കൊച്ചിൻ ഹനീഫ, ശങ്കരാടി, കുതിരവട്ടം അപ്പു എന്നിവരുൾപ്പെടെ ചിത്രത്തിലെ എല്ലാ പ്രധാന അഭിനേതാക്കളുടെയും പ്രകടനം എല്ലാ കോണുകളിൽ നിന്നും പ്രശംസ പിടിച്ചുപറ്റി. ഈ ചിത്രം 2 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടി. രാജാമണിക്ക് മികച്ച പശ്ചാത്തല സംഗീതത്തിനും യേശുദാസിന് മികച്ച ഗായകനുമുള്ള അവാർഡുകൾ ലഭിച്ചു. എന്നാൽ ബ്രാഹ്മണ മേധാവിത്വം, സവർണ ചിഹ്നങ്ങൾ, ഹൈപ്പർ മാസ്കുലിനിറ്റി എന്നിവയുടെ മഹത്വവൽക്കരണം കാരണം 6-ാം തമ്പുരാൻ എന്ന ചിത്രം വർഷങ്ങളായി കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നിരുന്നാലും ഷാജി കൈലാസ് എന്ന സംവിധായകൻ്റെയും തിരക്കഥാകൃത്തായ രഞ്ജിത്തിൻ്റെയും മോഹൻലാൽ എന്ന നടൻ്റെയും കരിയറിൽ 6-ാം തമ്പുരാൻ എന്ന സിനിമ ഒരു പൊൻതൂവലായി എന്നും അവശേഷിക്കും. സിനിമയുടെ ചരിത്രം ഇഷ്ടപ്പെടുന്ന സിനിമാ പ്രേമികൾക്കായി മറ്റൊരു ഹിറ്റ് ചിത്രത്തിൻ്റെ ചരിത്രവുമായി ഹിറ്റുകളുടെ കഥയിൽ നമുക്ക് വീണ്ടും കാണാം.